നമസ്കാരം. ഈ പുഴയും കടന്ന് എന്ന പരമ്പരയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അങ്ങനെ ഒടുവിൽ കാവേരി പുതിയൊരു തുടക്കം കുറിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. നവീന്റെ ആ റിസോർട്ടില് ജോലി തേടി, അതായത് അവിടെ കാവേരിക്ക് ഒരു ജോലി ശരിയാക്കി കൊടുക്കാനായിട്ടുള്ള ശ്രമത്തിലാണ് നവീൻ. പക്ഷെ അതിനിടയിൽ ചില അപ്രതീക്ഷിത സംഭവങ്ങൾ നടക്കുന്നുണ്ട്. അത് മാത്രമല്ല, ഇനി കാവേരി ആ സത്യങ്ങൾ തിരിച്ചറിയാൻ പോകുന്ന ദിവസമാണ് വരാൻ പോകുന്നത്. ജയപാലനെ അത്രത്തോളം വിശ്വസിച്ചു, സ്നേഹിച്ചു. എന്നാൽ അയാൾ ഒരു കൊടും ചതിയനാണെന്നുള്ള സത്യം ഇനി കാവേരി അറിയാൻ വേണ്ടിയിട്ട് പോവുകയാണ്. എന്തൊക്കെയായിരിക്കും ഇന്നത്തെ എപ്പിസോഡിൽ സംഭവിക്കുക, വരാൻ പോകുന്ന എപ്പിസോഡുകളിൽ എന്തൊക്കെ സംഭവിക്കാം എന്നുകൂടി നമുക്ക് നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അങ്ങനെ ഒട്ടും പ്രതീക്ഷിക്കാത്ത, അത് മാത്രമല്ല നമ്മൾ ഒരുപാട് കാത്തിരുന്ന നിമിഷങ്ങളാണ് ഇനി വരാൻ പോകുന്നത്. ഭയങ്കര ഒരു ടെൻഷനും സങ്കടവും ഒക്കെ എല്ലാവർക്കും ഉണ്ട്. എന്തായാലും ജയപാലൻ നല്ല ദേഷ്യത്തിലാണ്. ഒന്നാമത്തെ കാര്യം, ആ കുടുംബത്തെ ആരൊക്കെയോ സഹായിച്ചിട്ടുണ്ടെന്ന് ജയപാലന് മനസ്സിലായി. അതിൽ നവീനും കൂടി ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ ജയപാലന് നല്ല ദേഷ്യം. എന്തായാലും കാവേരിയും കുടുംബത്തെ എങ്ങനെയെങ്കിലും തകർക്കണം. അതിനു വേണ്ടിയിട്ടുള്ള അടുത്ത ശ്രമം, അടുത്ത ഒരു പദ്ധതി ഒരുക്കുകയാണ് അവിടെ നമ്മുടെ ജയപാലൻ. ഇതിനിടയിൽ എല്ലാവരും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇപ്പോൾ ശാരദയ്ക്കാണെന്നുണ്ടെങ്കിലും മുത്തശ്ശിക്കാണെന്നുണ്ടെങ്കിലും അതല്ല മക്കൾക്കാണെന്നുണ്ടെങ്കിലും എല്ലാവർക്കും ഒരു സങ്കടം എന്ന് പറയുന്നത് അരവിന്ദനെ കുറിച്ചുള്ള കാര്യങ്ങൾ ആലോചിച്ചിട്ടാണ്. അരവിന്ദന് അത്രത്തോളം ആ കുടുംബത്തെ സ്നേഹിക്കുക മാത്രമല്ല, തന്റെ സുഹൃത്തിനെ പോലും സ്നേഹിച്ചു. എന്നാൽ അരവിന്ദേട്ടന് സംഭവിച്ച ഈ ഒരു മരണം ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്തത് തന്നെയാണ്. ഭക്ഷണം കഴിക്കാനായിട്ട് ഇരിക്കുമ്പോൾ ഇപ്പൊ ശരി, അച്ഛൻ അവിടെ ഇല്ല, അവർക്ക് വേണമെങ്കിൽ വിശ്വസിക്കാം. അച്ഛൻ 5 വർഷത്തേക്ക് ഗൾഫിൽ പോയിരിക്കുകയാണ്, 5 വർഷം കഴിഞ്ഞിട്ടേ വരത്തുള്ളൂ എന്ന് വേണമെങ്കിൽ അവർക്ക് വിശ്വസിക്കാം. പക്ഷെ അതിൽ മറ്റൊരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അച്ഛൻ എന്നും ഭക്ഷണം കഴിക്കാനായിട്ടിരിക്കുന്ന സമയത്ത് വിളിക്കും, സംസാരിക്കും. അപ്പോൾ ആ വിളിയും സംസാരവും ഇനി ഉണ്ടാകില്ലല്ലോ എന്ന സങ്കടത്തിലായിരുന്നു എല്ലാവരും. പെട്ടെന്നായിരുന്നു ഫോൺ ബെല്ലടിച്ചത്. അപ്പൊ നിള ഓടിപ്പോയി, തൻ്റെ അച്ഛൻ വിളിക്കുമ്പോൾ ഇതേപോലെ ആയിരുന്നു. അങ്ങനെ ഓടിപ്പോയി നിള ഫോൺ എടുത്തപ്പോൾ വിനീതാണ് വിളിക്കുന്നത്. വിനീത് തൻ്റെ അച്ഛൻ, അതായത് അരവിന്ദൻ, നിളയോട് സംസാരിക്കുന്നത് പോലെ തന്നെ സംസാരിച്ചു. കുട്ടിത്താറാവ് എന്ത് ചെയ്യാണ്, ഭക്ഷണം കഴിച്ചു. അപ്പോൾ അച്ഛന് ഇഷ്ടപ്പെട്ട ചമ്മന്തി ഗംഗ ചേച്ചി ഉണ്ടാക്കി എന്ന് പറഞ്ഞപ്പോൾ, ആണോ, അങ്ങനെയാണെങ്കിൽ നല്ലതുപോലെ മോള് കഴിക്കുക. അപ്പോൾ അച്ഛന് ഇത് അവിടെ പാഴ്സൽ ചെയ്ത് അയച്ചു തരട്ടെ എന്ന് ചോദിച്ചപ്പോൾ അതിനെന്താ, മോള് തരുന്ന ആ പാഴ്സൽ ചെയ്ത് അയക്കുന്നത് ഞാൻ നല്ല സ്നേഹത്തോടുകൂടി സന്തോഷത്തോടുകൂടി കഴിക്കും എന്നൊക്കെ പറഞ്ഞു. അപ്പം നിളയ്ക്ക് ഒരുപാട് സന്തോഷം തോന്നി. തൻ്റെ അച്ഛൻ ഒരിക്കലും മരിച്ചിട്ടില്ല, ഞങ്ങൾക്കൊപ്പം ഉണ്ട് എന്നുള്ളൊരു വിശ്വാസം വീണ്ടും വീണ്ടും നിളയ്ക്ക് വന്നു തുടങ്ങി. വിനീത് ഒരുപാട് ആ കുടുംബത്തെ സഹായിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ നിള കോള് കെട്ടിയത് വന്ന സമയത്ത് ചോദിക്കുന്നുണ്ട്, ശാരദ തന്നെ ചോദിക്കുന്നുണ്ട്, അച്ഛനെ പോലെ സംസാരിച്ചോ? അപ്പൊ അതെ, അച്ഛനെ പോലെ സംസാരിച്ചു എന്നൊക്കെ പറഞ്ഞപ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷം തോന്നി. എന്നാൽ വിനീതിനെ നിങ്ങളെല്ലാവരും കൂടി നഷ്ടപ്പെടുത്തിയില്ലേ? അവൻ നല്ലൊരു പയ്യനായിരുന്നില്ലേ? അവൻ ഈ കുടുംബത്തിന് വേണ്ടിയിട്ട് എന്തെല്ലാം ചെയ്യുന്നു, എന്നിട്ട് എല്ലാവരും കൂടി അവനെ നഷ്ടപ്പെടുത്തിയില്ലേ? ഇനിയും സമയം ആയിട്ടില്ല, ഇനിയും സമയം പോയിട്ടില്ല, വിനീതും ഗംഗയും തമ്മിലുള്ള ആ വിവാഹം നടത്തിക്കൂടെ എന്നൊക്കെ മുത്തശ്ശി പറയുമ്പോൾ ശാരദ, ഇപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് വിനീത് കുറ്റക്കാരനല്ല, അവൻ നല്ലവനാണ്, അവൻ നല്ല പയ്യനൊക്കെ തന്നെയാണ്. പക്ഷേ സുജാത അമ്മായി ഒരിക്കലും നല്ലവളല്ല. ഇപ്പോൾ ചേച്ചിയെ അവിടേക്ക് കല്യാണം കഴിച്ച് അയച്ചു കഴിഞ്ഞാൽ പിന്നെ സുജാത അമ്മായിയുടെ വായിലിരിക്കുന്നതെല്ലാം ചേച്ചി കേൾക്കേണ്ടി വരും. അതൊരിക്കലും പറ്റത്തില്ല. അതുകൊണ്ട് ചേച്ചി ഇവിടെ തന്നെ നിന്നോട്ടെ, അതിന് യാതൊരു കുഴപ്പമില്ല. എങ്കിലും അങ്ങോട്ടേക്ക് പോകണ്ട. അതായത് വിനീതിനോട് അവർക്ക് യാതൊരു ദേഷ്യമില്ല. എന്നാൽ ആ വീട്ടിൽ പോയി കഴിഞ്ഞാൽ സുജാത അമ്മായി കാരണം ചേച്ചിയുടെ സന്തോഷവും സമാധാനവും നഷ്ടപ്പെടും ഒരു ചിന്തയായിരുന്നു എല്ലാവർക്കും. അതിനിടയിൽ കാവേരി തൻ്റെ ജോലിയെ പറ്റിയും സംസാരിക്കുന്നുണ്ട്. തനിക്കൊരു ജോലി വേണം, ഈ പുഷ്പവാടിയിൽ തന്നെ ഒരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ അത്രയും നല്ലത്. ഇല്ല എന്നുണ്ടെങ്കിൽ തനിക്ക് പുറത്തോട്ട് പോകേണ്ട അവസ്ഥ വരുമെങ്കിലും എനിക്കൊരു ജോലി കിട്ടിയേ മതിയാകൂ, കാരണം ഇത്രയും പ്രശ്നങ്ങൾ കുടുംബത്തിലുണ്ട്. അപ്പൊ തനിക്കും കൂടി പഠിച്ചിട്ട് ജോലി കിട്ടാത്തതിലെ സങ്കടം ഇപ്പോഴും കാവേരിക്കുണ്ടായിരുന്നു. എന്തായാലും ഗംഗ കാവേരിക്ക് ഒരു ജോലി ശരിയാക്കി കൊടുക്കാനായിട്ട് തീരുമാനിച്ചു. പിറ്റേ ദിവസം രാവിലെ തന്നെ ഗംഗ നേരെ പോകുന്നത് വിനീതിന്റെ കടയിലേക്കാണ്. വിനീതാണെങ്കിൽ ഓരോ കാര്യങ്ങൾ ചെയ്ത് പിന്നെ കടയിലേക്കുള്ള സാധനങ്ങൾ വാങ്ങാനായിട്ട് തുടങ്ങുന്ന സമയത്തായിരുന്നു ഗംഗ വരുന്നത്. ഗംഗ വന്നോടനെ തന്നെ വിനീതിനോട് സംസാരിച്ചു. അപ്പോൾ തനിക്ക് കുറച്ച് സാധനങ്ങൾ വേണം, അപ്പോൾ വിനീതേട്ടൻ ടൗണിൽ പോകുന്ന സമയത്ത് എനിക്ക് കൂടി വാങ്ങിച്ചു തരാമോ എന്ന് ചോദിച്ചു.
അങ്ങനെ സംസാരിക്കുന്നതിനിടയിലാണ് കാവേരിക്ക് ഒരു ജോലി വേണം, അതിനു വേണ്ടിയിട്ടാണ് ഞാൻ വന്നതെന്നും വിനീതേട്ടന് പരിചയമുള്ള ഇവിടെ പുഷ്പവാടിയിൽ തന്നെ പരിചയമുള്ള ഒരു കമ്പനിയിൽ കാവേരിക്ക് ജോലി ശരിയാക്കി കൊടുക്കാമോ, അതാകുമ്പോൾ പിന്നെ നമുക്ക് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ലല്ലോ, വേറെ കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോൾ ശരി ഞാൻ നോക്കട്ടെ എന്നാണ് വിനീത് പറഞ്ഞത്. ഗംഗയും സന്തോഷത്തോടു കൂടി പോയി. പോകാൻ നേരത്ത് അവിടെ ഗംഗ ആ ഒരു ചുമരിൽ എഴുതി വെച്ചിരിക്കുന്നത് കണ്ടു. അതിൽ എഴുതി വെച്ചിരുന്നത് ലേഡീസിന്റെ സ്റ്റിച്ചിങ്ങിന് ആവശ്യമുണ്ടെങ്കിൽ ഗംഗയെ കോണ്ടാക്ട് ചെയ്യുക എന്നതാണ്. അപ്പോൾ താൻ എത്രത്തോളം വിനീതിനെ അകറ്റി നിർത്തിയിട്ടും വേദനിപ്പിച്ചിട്ടും വിനീതേട്ടൻ തന്നെ ഇപ്പോഴും സ്നേഹിക്കുന്നുണ്ടല്ലോ, ആ ഒരു സന്തോഷമായിരുന്നു ഗംഗയ്ക്ക് ഇപ്പോഴും. അങ്ങനെ യാത്രയൊക്കെ പറഞ്ഞു പോയി. എന്നാലും ഇനി എന്ത് ജോലിയായിരിക്കും കാവേരിക്ക് കണ്ടെത്തി കൊടുക്കുക? ഒന്നാമത്തെ കാര്യം കാവേരിയുടെ സേഫ്റ്റി നോക്കണം. രണ്ടാമത്തെ കാര്യം ഒരുപാട് ദൂരം പോകാൻ പാടില്ല, ഇവിടെ തന്നെ വേണം. ഗംഗ അത്രത്തോളം തന്നെ വിശ്വസിച്ച് ഏർപ്പാടാക്കി തന്നതാണ്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോഴും കാവേരിയുടെ മനസ്സിലുണ്ട്, കാവേരിയുടെ അല്ല ഗംഗയുടെ മനസ്സിലുണ്ട്. അപ്പൊ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഒരു ഐഡിയ ഇല്ലാതെ നിൽക്കുന്ന സമയത്ത് വിനീതിന്റെ മനസ്സിൽ പെട്ടെന്ന് തോന്നിയത് നിവിനെ വിളിക്കാം എന്നാണ്. പിറ്റേ ദിവസം രാവിലെ തന്നെ ജയപാലൻ നേരെ പോയി നിവിന്റെ അമ്മയെ പോയി കാണുകയും എന്നിട്ട് കാവേരിയുടെ ഈ കാര്യങ്ങളൊന്നും സംസാരിച്ചില്ല. പകരം നിവിന്റെയും ജയപാലന്റെ മകൾ രാഗിണിയുടെ വിവാഹം നടത്താമോ, എന്തായാലും നമ്മൾ സഹോദരിയും സഹോദരനും അല്ലേ, അപ്പൊ പിന്നെ നമ്മുടെ മക്കളും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സന്തോഷത്തോടുകൂടി ജീവിക്കുന്നത് കാണാൻ ആഗ്രഹിക്കത്തില്ലേ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇത് ഞാൻ ആലോചിക്കട്ടെ എന്നാണ് പറഞ്ഞത്, രാജേശ്വരി പറഞ്ഞത്. അത് കഴിഞ്ഞ് അവിടെ റിസപ്ഷനിൽ ഇരിക്കാനായിട്ട് ഒരു പെൺകുട്ടിയെ വേണം. നിവിനെ അവിടെ ഇരുത്താം എന്നൊക്കെ വിചാരിച്ച് നിവിനാണെങ്കിൽ അവിടെ നിന്ന് എങ്ങനെയെങ്കിലും മുങ്ങാൻ വേണ്ടിയിട്ട് നോക്കി നിൽക്കുകയാണ്. എന്ത് ചെയ്യുമെന്ന ഒരു ഐഡിയ ഇല്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് വിനീതിന്റെ കോൾ വരുന്നത്. വിനീത് നിവിനോട് സംസാരിക്കുമ്പോൾ കാവേരിക്ക് ഒരു ജോലി വേണമെന്നും എത്രയും പെട്ടെന്ന് ഒരു ജോലി ശരിയാക്കി കൊടുക്കാമോ എന്നും ചോദിച്ചു. അപ്പൊ നിവിന്റെ മനസ്സിൽ ഒരു കാര്യം ഓടി വന്നു. ഞാൻ ഒരു പെൺകുട്ടിയെ കൊണ്ടുവന്നില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ജോലിക്ക് ഒരാളെ കൊണ്ടുവന്നില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും അമ്മ തന്നെ ഇവിടെ റിസപ്ഷനിൽ പിടിച്ചിരുത്തും. അപ്പോൾ കാവേരിക്ക് ഇവിടെ ജോലി ശരിയാക്കി കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് അമ്മയുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാനും പറ്റും, കാവേരി എന്നും കണ്ടുകൊണ്ടിരിക്കാനും പറ്റും. അതിനു വേണ്ടിയിട്ട് വിനീതിനോട് നിവിൻ പറഞ്ഞു, ജോലി ശരിയായിന്ന് തന്നെ പറഞ്ഞോളൂ, എല്ലാം സെറ്റായി. അങ്ങനെ രാജേശ്വരിയോട് നിവിൻ പറയാൻ വേണ്ടിയിട്ട് പോവുകയാണ്, ഞാനൊരു പെൺകുട്ടിയെ കൊണ്ടുവരട്ടെ, ഒരു ജോലിക്ക് വേണ്ടിയിട്ട് നല്ലൊരു പെൺകുട്ടിയെ കൊണ്ടുവന്നോട്ടെ എന്ന് ചോദിച്ചപ്പോൾ രാജേശ്വരി ശരി നോക്കാം എന്നാണ് പറഞ്ഞത്. പക്ഷെ അത് കാവേരിയാണെന്ന് ഇതുവരെയും പറഞ്ഞിട്ടില്ല. എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുമ്പോൾ ഇനി എന്തൊക്കെ ആയിരിക്കും സംഭവിക്കാൻ പോകുന്നത്? രാജേശ്വരിക്ക് കാവേരിയെ കണ്ണെടുത്താ കണ്ടുകൂടാ. അത് മാത്രമല്ല ശാരദയ്ക്കാണെന്നുണ്ടെങ്കിൽ തന്റെ മകളെ ഇപ്പോൾ രാജേശ്വരിയുടെ അടുത്തേക്ക് ജോലിക്ക് വിടാനും പേടിയാണ്. വിനീത് ഗംഗയെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു. അങ്ങനെ കാവേരി ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷത്തിലാണ്. അങ്ങനെ കാവേരിയും ഗംഗയും കൂടി ചേർന്നിട്ട് ശാരദയോട് ഈ വിവരം പോയി പറഞ്ഞു. എന്നാൽ ശാരദ പറയുന്നത് ഒരു കാരണവശാലും അവിടെ ജോലിക്ക് പോകാൻ പാടില്ല, അവിടെ നീ പോയി കഴിഞ്ഞാൽ അവർ നിന്നെ അത്രത്തോളം വേദനിപ്പിക്കും, അതുകൊണ്ട് അവരുടെ അടുത്ത് നീ ജോലിക്ക് പോകണ്ട എന്നാണ് ശാരദ പറയുന്നത്. എത്രത്തോളം കാവേരി പറഞ്ഞിട്ടും ശാരദ കേൾക്കുന്നില്ല. നിവിനാണെന്നുണ്ടെങ്കിലും അമ്മയോട് കാര്യങ്ങൾ പറഞ്ഞു. അമ്മേ ആരാ വരുന്നത് എന്ന് ചോദിച്ചപ്പോൾ അത് അരവിന്ദന്റെ മകൾ ആണ്. അപ്പോൾ ഏത് മകളെന്ന് ചോദിച്ചപ്പോൾ കാവേരി. നീ ആരെ വേണോ കൊണ്ടുവന്നോ, വേറെ ആരെ വേണോ കൊണ്ടുവന്നോ, എനിക്ക് യാതൊരു പ്രശ്നവുമില്ല, പക്ഷെ കാവേരി ഇവിടെ വരാൻ പാടില്ല. കാവേരി ഒരിക്കലും ഇവിടെ ജോലിക്ക് വരണ്ട എന്നാണ് നിവിനോട് രാജേശ്വരി പറഞ്ഞിരിക്കുന്നത്. അതായത് അവർ തമ്മിൽ വലിയ ഇങ്ങനെ കീരിമ്പമ്പും പോലെ ആയതുകൊണ്ട് തന്നെ കാവേരി ഒരിക്കലും രാജേശ്വരിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ വലിയൊരു യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ നരൻ കൂടി കടന്നു വരുന്നതോടുകൂടി കഥയിൽ പുതിയൊരു വഴിത്തിരിവ് സംഭവിക്കുകയാണ്. ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് കണ്ടറിയാം. അത് മാത്രമല്ല ശാരദ ജയപാലനെ വിളിച്ച് ചോദിക്കുന്നുണ്ട്, കാവേരിയെ അവിടെ ജോലിക്ക് വിടുന്നതിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അപ്പോൾ ജയപാലൻ പറഞ്ഞത് കാവേരി പൊയ്ക്കോട്ടെ, അവൾക്ക് ഇവിടെ ജോലി ആവശ്യമാണ്, അവൾ പൊയ്ക്കോട്ടെ, സേഫ് അല്ലേ, ഞാൻ എന്തായാലും രാജേശ്വരിയെ വിളിച്ച് സംസാരിക്കാമെന്നാണ്. പക്ഷെ കോള് കട്ട് ചെയ്തതിന് പിന്നാലെ ജയപാലൻ തന്റെ ഭാര്യയോട് പറയുന്നത്, ഇനി അവിടെ നിന്ന് ആരെങ്കിലും മരിച്ചു എന്ന് പറഞ്ഞാലും കോൾ എടുക്കരുത്, കാരണം ആ കുടുംബത്തെ എത്രത്തോളം ദ്രോഹിക്കാൻ പറ്റുമോ അത്രത്തോളം ദ്രോഹിക്കാനായിട്ട് കാത്തിരിക്കുവാണല്ലോ ജയപാലൻ. എന്തൊക്കെയായിരിക്കും ഇനി സംഭവിക്കുക എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം. അതുവരേക്കും ബൈ.